റസൂലുള്ളാഹിയുടെ മതമൊക്കെ ഒന്ന് റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ യുക്തിയൊന്നും പ്രയോഗിക്കരുത്. മതത്തെ മനസ്സിലാക്കുന്നിടത്ത് യുക്തിയില്ല. ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ യുക്തിയൊന്നുമില്ല. ദൈവം എനിക്ക് ഹൃദയപരമായ ഒരു ഘടകമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവികമായ ആ ഒരു മഹത്വത്തിനൊക്കെ ഇങ്ങനെ ഓർത്ത് ഈശ്വരൻ്റെ ആ ഒരു എന്താ പറയുക വൈഭവം എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക. അതിൻ്റെ ആ ഒരു ജലാത്വം എന്നൊക്കെ പറയുന്ന ആ ഒരു മഹിമ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ധ്യാനിച്ച് അവിടെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഒരു സുഖ വേറെ എന്താ ഓർക്കാനുള്ളത് ഞങ്ങൾക്കൊക്കെ? ഈ സുഖത്തിന് എന്ത് യുക്തിയാണ് എനിക്ക് പറയാനുള്ള? ഒരു യുക്തിയില്ല. അങ്ങനെ ചിന്തിച്ചാൽ വല്ല എന്താ യുക്തിയൊന്നുമില്ല. യുക്തി കൊണ്ട് പറ്റൂല. ഇവിടെയാണ് ധർമ്മം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുണകാംക്ഷയുള്ളതായി ധർമ്മോ രക്ഷതിത രക്ഷിതഃ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ധർമ്മത്തെ ആചരിക്കുന്നവനെ ധർമ്മം തിരിച്ചും രക്ഷിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? അദ്ദീനു നസീഹ. ദീൻ ഗുണകാംക്ഷയുള്ളതാണ്, ധർമ്മം ഗുണകാംക്ഷയുള്ളതാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത് പലപ്പോഴും ഗുണകാംക്ഷയില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിന് മൊത്തം ദോഷകരമായി ഭാവിക്കുന്ന രീതിയിലേക്ക്, മൊത്തം ദീനിനെ പറയിപ്പിക്കുന്നതായ രീതിയിലേക്ക്. അതുകൊണ്ട് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ദൈവിക വിഷയങ്ങളെ ദൈവം അവതരിപ്പിച്ചതിനപ്പുറം നമുക്ക് പറയാൻ അധികാരമില്ല. നമ്മൾ ഖലീഫമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് ലോകത്തിലെ മനുഷ്യരെന്ന് പല വേദഗ്രന്ഥങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, പിതാവായ ദൈവത്തിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളൊക്കെ ഓരോരുത്തർ നിങ്ങൾ മനുഷ്യൻ്റെ പുത്രന്മാരല്ലേ? അതെ, അല്ല ഇവർ മാത്രമല്ല കേട്ടോ, നിങ്ങളൊക്കെ മനുഷ്യപുത്രന്മാരും പുത്രിമാരുമാണ് ദൈവത്തിനെ ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പലപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരൊക്കെ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഏത് ദൈവം അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഒക്കത്തിന് മനുഷ്യൻ്റെ രൂപം. ഇന്ന് വേറൊരു രൂപത്തിലുള്ള ഒരു പ്രവാചകനെയും നമ്മൾ കണ്ടിട്ടില്ല. ഉള്ളതെല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യനെപ്പോലെ ചിന്തിക്കുകയും മനുഷ്യനെപ്പോലെ ഈ ഭൂമിയിലേക്ക് വരികയും മനുഷ്യനെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മുടെ മതം പ്രസക്തമാക്കാൻ നമുക്കാണ് ദൈവം അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളെ ഒന്ന് റീതിങ്കിങ് അല്ലെങ്കിൽ റീഡിങ്, പുനർവായനയ്ക്ക് നമ്മളൊന്ന് പാത്രീഭവിക്കണം, അല്ലെങ്കിൽ ഒന്നും കൂടി പുനർവായന നടത്തി തുടങ്ങണം. ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് ഒരു പുനർവായന, പുനർവിചിന്തനം ഉണ്ടാവണമെന്നാണ്. ഇന്ന് ദൈവം സത്യത്തിൽ നമുക്കൊക്കെ ആരാ? നാട്ടുകാരോട് ചോദിച്ചാൽ വിശ്വാസമുണ്ടെന്ന് പറയാനല്ലാതെ ഹൃദയത്തിൽ നിന്റെ തൊണ്ടക്കുഴിയേക്കാൾ ഞാൻ നിനക്ക് സമീപസ്ഥനായിരിക്കുന്നു എന്ന് സൂറത്തുൽ ബഖറ. ആ തൊണ്ടക്കുഴിയേക്കാൾ അടുത്ത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അടുത്തു? തൊണ്ടക്കുഴി എനിക്കെത്ര അടുത്താണ്? ഞാൻ എവിടെയാണാവോ? അപ്പോൾ പിന്നെ എന്നെക്കാളിലും അടുത്ത് നിൽക്കുന്ന, അതിനേക്കാൾ നിന്റെ പ്രാണനേക്കാൾ അടുത്ത് നിൽക്കുന്ന ആ ദൈവിക വ്യവസ്ഥയെ എത്ര പേര് അനുഭവ തലത്തിൽ മനസ്സിലാക്കുന്നുണ്ട്? അനുഭവ തലത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾക്ക് തന്നിരിക്കുന്ന മതപരമായ എക്സർസൈസ് എന്താ? ദൈവത്തിന് തലകൊണ്ട് മനസ്സിലാക്കാൻ. എങ്ങനെ മനസ്സിലാകും? അക്ഷരം അറിയാത്ത ഒരാളെ കൊണ്ട് സംഗതികൾ ഇത്രയും ചെയ്യിപ്പിച്ചു എന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതിനൊന്നും യുക്തിപരമായ മറുപടിയൊന്നുമില്ല. അലിഫ് എന്നൊരു വാചകം, ഒരു വാക്കാണ് ലോകത്തിലെ ഏറ്റവും സിമ്പിൾ അക്ഷരം. ലോകത്തിലെ ഏറ്റവും സിമ്പിൾ അക്ഷരം ഏതാ? ആദ്യത്തെ അക്ഷരം. ഇംഗ്ലീഷിൽ എന്ന് എഴുതണമെങ്കിൽ ഇങ്ങോട്ടിട്ട് പിന്നെ അതിന് വെട്ടുവിടണം. മലയാളത്തിൽ ആന്ന് എഴുതണമെങ്കിൽ ഇല്ലേ എന്തൊരു ബുദ്ധിമുട്ടാണ്. ആ എഴുതി വരുമ്പോഴേക്കും. പക്ഷേ അറബിയിലെ ഏറ്റവും സിമ്പിൾ ഒരു വര, ഒരു കുതിരക്ക് പോലും അലിഫ് എന്ന് എഴുതാം. പശുവിന് അലിഫ് എന്ന് എഴുതാം, കാലൊന്ന് തോണ്ടിയാൽ മതി. ഒരു മൃഗത്തിന് പോലും എഴുതാവുന്ന അത്രയും സിമ്പിൾ വാക്കാണ് അലിഫ്, ആദ്യ അക്ഷരം. ആ അലിഫ് എന്താണെന്ന് പോലും അതിന് മേലെയും താഴെയും എന്താ പറയുക, സദ്ദും മദ്ദും കിസ്റവും പുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിരക്ഷരകക്ഷിയായ ഒരു പ്രവാചകനെയാണ് ഇക്കണ്ട വിജ്ഞാനങ്ങൾ മുഴുവനും നൽകി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിൽ എന്ത് യുക്തിയാണുള്ളത്? അതിൽ യുക്തികൾ അന്വേഷിക്കേണ്ട, അത് ദൈവിക പദ്ധതിയാണെന്ന് അംഗീകരിച്ചാൽ മതി. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇത് ദൈവികത പദ്ധതിയാണെന്ന് പറഞ്ഞ് ചോദ്യോത്തരങ്ങളില്ലാതെ സ്വീകരിക്കപ്പെടുമ്പോഴാണ് മതം പ്രസക്തമാകുന്നത്. അങ്ങനെ മതം പ്രസക്തമായെങ്കിൽ മാത്രമേ
കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ ആരോ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രഭാഷകൻ, എനിക്ക് തോന്നുന്നത് സ്വാഗതം അല്ല, അതിൻ്റെ ഫസ്റ്റ് പറഞ്ഞ ആള് സ്വാഗതം പ്രസംഗം പറഞ്ഞ ആള് പറഞ്ഞതുപോലെ ഇവിടെ ട്രസ്റ്റുകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ എണ്ണത്തിന് ഇവിടെ ഒരു കുറവുമില്ല. ഇഷ്ടംപോലെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കണം മതപരമായി നിൽക്കുന്ന ആത്മീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ട്രസ്റ്റിൻ്റെ വ്യത്യാസം എന്തായിരിക്കണം? ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉസ്താദിനെയൊക്കെ നമ്മളൊന്ന് സ്മരിക്കേണ്ടത്. ഷെയ്ഖുനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഗുരുവിൻ്റെ റോള്? ഞങ്ങളുടെ രീതിയിലൊക്കെ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരത്തെ ഇല്ലാതാക്കും. രകാരോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉൽപ്പത്തിയൊക്കെ പറയാറുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. ഗുരുവിൻ്റെ പ്രഥമമായ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ നമ്മളിലെ അന്ധകാരം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അതായത് യുക്തിയാണ് ഇവിടുത്തെ അന്ധകാരം. സത്യത്തിൽ ഒരുപാട് യുക്തിയിലേക്ക് പോകരുത്. ദൈവമേ, എനിക്ക് ആ യുക്തി ഒന്ന് കുറച്ച് തന്നുകൊണ്ട് നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ, അതിന് ചിലപ്പെങ്കിൽ എനിക്ക് ഗുരുവിനെ സേവിക്കേണ്ടി വരും, ഗുരു പറഞ്ഞത് കേൾക്കേണ്ടി വരും. ഗുരു വേണ്ടാന്നാ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂല്യന്മാരോടും അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ കോഴ്സിന് വരണമെന്ന് ചോദിക്കാൻ പറയും. പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ കേട്ടിരുന്നു. അവിടെ ഇരിക്കും, ഏത് വലിയ മുതലാളിയാണെങ്കിലും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ, ആലിമ് പറഞ്ഞതാണ്, മൗലിയാർ പറഞ്ഞതാണ്, മൗലവി പറഞ്ഞതാണ്, ഖത്തീബ് പറഞ്ഞതാണ്, ഇടവക അച്ഛൻ പറഞ്ഞതാണ്, മെത്രാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. ഇന്ന് ആദ്യം പറയും, നിങ്ങൾ അങ്ങനെ പറയുമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഇവിടെ, നാളെയല്ല അടുത്ത ബാങ്ക് മുതൽ നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, പിരിച്ചട് വിടും, നമുക്ക് പറ്റുന്ന ആളെ കൊണ്ടുവരും, നമ്മൾ വീട് പട്ടിണിയാകും. അതോടുകൂടി ഇന്നപ്പം നിങ്ങൾ പറഞ്ഞാലും നടത്തിക്കോളിയാറി അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇതൊരു പള്ളിപ്പണിയാക്കി നമ്മൾ മാറ്റിയെടുത്തു. ആര്? സത്യം പറയാൻ അവർക്ക് നമ്മൾ കൂച്ചുവിലങ്ങുകൾ ഇട്ടു. അതുകൊണ്ട് ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കത്തോലിക്ക സഭയിലെ ഏറ്റവും പരമ അധ്യക്ഷനായിരിക്കുന്ന മാർ ആലഞ്ചേരി പിതാവിനെ വരെ മാറ്റണമെന്ന, എങ്ങനെ അതൊക്കെ എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം, ഇവർക്കിപ്പോൾ ഇതെന്താ മനസ്സിലാകാത്തതെന്നുള്ള, ഈ പുറത്ത് നിൽക്കണ നമുക്കൊക്കെ ഇത് മനസ്സിലാകുന്നത് വലിയ കളിയാണെന്നുള്ളത്. പക്ഷെ അതിലുള്ളവർ ഇപ്പോഴും ഇതിലെന്തോ വലിയ, അയാൾ തെറ്റ് ചെയ്തു തന്നെ കൂട്ടിക്കോട്ടെ, അയാൾ 100% തെറ്റ് ചെയ്താലും അതിനെ സമീപിക്കേണ്ടുന്ന രീതി ഇങ്ങനെ ആയിരുന്നില്ല. അതാണ് തെറ്റിന് തിരുത്തലുകളും ഒക്കെ വേണ്ടെന്നല്ല പറയണത്, സഹിച്ചോളാനൊന്നുമല്ല കേട്ടോ പറയണത്. ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാള് അല്ലേ, അവരെ എങ്ങനെയാണ് തിരുത്തേണ്ടതെന്നും അവരെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുമുള്ള കൃത്യമായ അറിവുകൾ നമുക്കുണ്ടാവണം. പലപ്പോഴും ഇത് ഇനിയും തിരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഇതൊക്കെ മാറിപ്പോയി. ആരാണ് ജയിക്കുന്നത്? അപ്പം അദ്ദേഹം വന്നപ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലാവില്ല. ഞങ്ങൾ പറഞ്ഞു വന്നു, നമ്മളിത് 150 ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനമുണ്ടായിരുന്നു മതങ്ങളെ അപ്രസക്തമാക്കാൻ. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മറ്റു മതങ്ങളെയല്ല കൊട്ടേഷൻ കൊടുത്തത്, അതാത് മതത്തിൽപ്പെട്ട പൊന്തണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വാർത്ഥത ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരതിന് തിരഞ്ഞെടുത്ത് പുതിയ ആശയങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ ഇടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ മൂപ്പര് മൂല്യന്മാർക്ക് ഇയാൾ സപ്പോർട്ട് പറഞ്ഞിപ്പോൾ പോവുകയാണല്ലോ, നാളെ വരും വല്ല തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വൈകി വന്നവരോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താണെന്ന് പറഞ്ഞത് ഒരൊറ്റ വാചകത്തിൽ. ഇതിൽ നമ്മൾ പെട്ടു. കാരണം അവർ ഉപയോഗിച്ച ടൂൾ, സോഷ്യൽ എൻജിനീയറിംഗ് ടൂൾ എന്ന് പറയുന്നത്, ഇതൊരു സാമൂഹ്യ മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാനീ പറയണത്. എല്ലാ മതങ്ങൾക്കും ബാധകമായതുകൊണ്ട്, അല്ലാതെ ഇസ്ലാമിനെ മാത്രം തകർക്കാനല്ല. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കൂ, ഇത്ര കാലം ഇവിടെ ഹിന്ദുമതം ഉണ്ടായി, ഇനിയും ഹിന്ദുമതത്തിന് ഭരണഘടനാപരമായ ഒരു അസ്തിത്വം പോലും ഇവിടുത്തെ ഹിന്ദുമത നായകന്മാരുണ്ടാക്കി കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയത്? അടിസ്ഥാനപരമായ ഹിന്ദുവിൻ്റെ രാജ്യമാണ് ഹിന്ദു എന്നൊക്കെ പറയുന്നവർ പോലും ഭരണഘടനാപരമായി ഹിന്ദുമതത്തിനൊരു അസ്തിത്വം പോലും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാത്തതിൻ്റെ കാരണം എന്താ അറിയോ? ഫണ്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതവിഷയം അവിടെ ഒരു പ്രാധാന്യമാക്കി എടുത്തില്ല.
ഇവിടെയാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്. എനിക്കും ഡ്യൂട്ടി ഉണ്ട് ആ കാര്യത്തിൽ. ഞാനിത് പറഞ്ഞുകൊണ്ട് നിന്നാൽ പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു അന്വേഷണത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ശബരിമല വിഷയം തോറ്റുപോയത്. തോറ്റെന്നോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വിഷയത്തിൽ കോടതികൾ ഇടപെടുമ്പോൾ അതൊരു മതവിഷയമായി പരിഗണിക്കാതെ വെറുമൊരു ക്ഷേത്ര വിഷയമായി പരിഗണിച്ചതിൻ്റെ പേരിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ല അത്രേ. ഭരണഘടനാപരമായും നിയമപരമായും ഒരു മതം നിലവിലില്ല. ഇനി അടുത്ത വിധികളൊക്കെ വരാൻ പോകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതവും ഇല്ല. ഉള്ളത് സുന്നിയുണ്ട്, ജമാഅത്തുണ്ട്, മുജാഹിദുണ്ട്, യാക്കോബുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, കത്തോലിക്ക ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ഇല്ല എന്നാണ് ഇവിടുത്തെ. ഇതൊക്കെ ആരാഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക? ഇവിടെ തല്ലുകളൊക്കെ നിർത്തി നമുക്കൊരു അസ്തിത്വത്തിന് വേണ്ടി പോരാടേണ്ടതുണ്ട്. ചെറിയ വ്യത്യാസത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ ആരോ പറഞ്ഞു തലയെക്കെട്ടിന് ഞാനിങ്ങനെ എവിടെയോ ഒരു തമാശ പറഞ്ഞു, അതൊന്നും ഇങ്ങനെ വൈറലാവുന്ന കരുതി പറഞ്ഞൊന്നും അല്ല കേട്ടോ. അതിൻ്റെ പേരിൽ വരെ നമ്മളിവിടെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നാളെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിയമപരമായ ഒരു മതം പോലും അല്ല എന്ന് പ്രസ്താവിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിച്ചിട്ട് എന്ത് മതപ്രവർത്തനം നമ്മളിവിടെ ചെയ്യുന്നത്? എനിക്കറിഞ്ഞുകൂടാ എന്താണ് നമ്മുടെയൊക്കെ ഉദ്ദേശം എന്നുള്ളത്. അതുകൊണ്ട് മാറണം, മാറ്റി ചിന്തിക്കണം. അതിനുള്ള വേദി ഇവിടെ ഉണ്ടാവണം, അതിനുള്ള ചിന്തകൾക്കുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവണം. ആളുകൾക്ക് കുറച്ച് അരിയും പൊരിയും മാത്രം കൊടുക്കുക, കിഡ്നി മാറ്റിവെക്കാൻ സഹായം കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ആദ്യത്തത്. അത് ചെയ്യാൻ ഇവിടെ മതമുള്ളവരും ഇല്ലാത്തവരും മത്സരിക്കുന്നുണ്ട്, അതും വേണം. കാരണം ദൈവത്തിനെ ജനത്തിനെ ജനാർദ്ദനായി കണ്ടുകൊണ്ടും നരനെ നാരായണനായി കണ്ടുകൊണ്ടും മാധവനെ മാനവനായി കണ്ടുകൊണ്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനം, അല്ലേ? മനാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാഹു മജ്റഹും ഇൻദ അമില സ്വാലിഹൈൻ ഫലാഹു മജ്റഹും ഇൻദ റബ്ബിഹിം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, ആഖിറിൽ വിശ്വസിക്കുക, ആഖിറുണ്ടെന്ന് അംഗീകരിക്കുക. പിന്നെ അമലുകൾ നല്ല സ്വാലിഹുകളായിട്ടുള്ള നല്ല സ്വീകരിക്കപ്പെടുന്നതായ അമലുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് പേടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേടിക്കാതെ ഇരിക്കണമെങ്കിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ എന്നത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദൈവവിശ്വാസത്തോടൊപ്പം സഹജീവികളോടുള്ള കാരുണ്യവും നന്മയും ഉണ്ടാകണം. ഇവിടെയെങ്കിലും ഈ ശാന്തിപ്രഭ ട്രസ്റ്റിനെങ്കിലും അതുണ്ടാവട്ടെ. കൃത്യമായ ദൈവശാസ്ത്രപരമായി എങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് ലോകത്തെ ചെറിയ കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പല കുട്ടികളും ഇപ്പോൾ എനിക്ക് വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു സന്തോഷം തോന്നി തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രീക്കന്മാർ പറഞ്ഞ് നടക്കുന്ന ചെക്കന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരുപാട്, സത്യം പറഞ്ഞാൽ അവരിലൂടെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ, നന്മകൾ ഇനി വരാനുണ്ട്. കാരണം അവരൊക്കെ ഞങ്ങളോടൊക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും എൻ്റെയൊക്കെ പ്രസംഗം കേട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരാളിനോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിസ്കാരം തുടങ്ങി. ഞാൻ ആരോട് നിസ്കരിക്കാനൊന്നും പ്രബോധിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരാളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിസ്കരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ മതത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മതത്തിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എനിക്ക് ലഭിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എനിക്ക് നിങ്ങളുടെ പ്രസംഗത്തിൽ നിന്നാണ് ബോധ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അങ്ങനെയെങ്കിലും നമുക്ക് അവിടെ വല്ല കാറ്റോ വെളിച്ചോ ഒരു തുള്ളി നീരോ ഒക്കെ കിട്ടിയാൽ അൽഹംദുലില്ലാ, നടന്നു പോട്ടെ. അങ്ങനെ ഒരാളെങ്കിലും നിസ്കരിക്കാൻ പറയുമ്പോൾ ഒരു ഫിത്തനല്ലാതെ ആക്കിയവന് വരെ അവിടെ എന്തുണ്ട്, ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരു മുള്ളെടുത്ത് വിടുന്നവന് ഈമാൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മുള്ള് കണ്ടാൽ എന്തെല്ലാം വഴിയിൽ എന്ത് ദുർഘടങ്ങൾ കണ്ടാലും അത് എടുത്തിട്ട് പോകുന്നവൻ എന്തുണ്ട്. അപ്പം മതജീവിതത്തിൽ ഒരാൾക്ക് ദൈവത്തിനെ തിരിച്ച് ആരാധിക്കാനുള്ള അവസരം എൻ്റെ വാക്കുകളിലൂടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും. ആ ദർജ ഉയർത്താൻ, ഇസ്ലാമിൻ്റെ ദർജ അല്ലെങ്കിൽ മതങ്ങളുടെ ദർജ ഉയർത്താൻ ഞാൻ കാരണമായിട്ടുണ്ട് എങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെയാണ് മതം പ്രസക്തമാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടത്. തിരിച്ചു കൊണ്ടുവരണം കുട്ടികളെ നമ്മുടെ മതജീവിതത്തിലേക്ക്. മതം പ്രസക്തമാണ്, അത് പ്രസക്തമായേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത്. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ രാവിലെ ഓച്ചിറയിൽ അൻവാറുൽ മുസ്ലിം സംഘത്തിൻ്റെ അവരുടെ സന്നദ്ധ പ്രവർത്തനവും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹ വിവാഹത്തിലും മുഖ്യ പ്രഭാഷകനായിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നു. അവിടെ കിഡ്നി ഫൗണ്ടേഷനും കിഡ്നിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പോൾ ഈ കിഡ്നീൻ്റെ സൂക്കട് ഇങ്ങനെ
കൂടിക്കൊണ്ടിരിക്കുന്നത്. ആരോ അതിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചു. നമ്മുടെയൊക്കെ തീറ്റയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തിന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഓവർ ലോഡ് എടുക്കണോണ്ട് തന്നെയാണ്. എന്തൊക്കെയാ തിന്നു കൂട്ടുന്നത്? ഈ കണ്ട വെള്ളത്തിലൊക്കെ എന്താ കലക്കി ഏത് കെമിക്കലാണെന്നുള്ളത് നമുക്ക് വല്ലതും അറിയോ? മതത്തിന് ഇതിനൊന്നും പറഞ്ഞു കൊടുക്കാനില്ലേ? ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് മതത്തിൽ ഫിഖുകളില്ലാഞ്ഞിട്ട, മസലകളില്ലാഞ്ഞിട്ട, എന്ത് കഴിക്കണമെന്നതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ട. പക്ഷെ ഇതൊന്നും നമുക്ക് പ്രസക്തമല്ല. ഇതൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ ആൾ കൂടൂല. അപ്പോൾ ഇത് എന്തും തിന്നോ, ഇത് എവിടെയും കൊണ്ട് കിഡ്നി കാണിച്ചോ, ഏത് ഡോക്ടറെ അടുത്തും പോയിക്കോ, ഇവിടെ ഒന്ന് വന്നിരുന്ന് തന്നാൽ മതി എന്ന് പറയുന്ന കോംപ്രമൈസ് അല്ല മതം. ഒപ്പം നിൽക്കുന്നവൻ്റെ ആരോഗ്യവും അവൻ്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ വിഷയങ്ങൾക്കും മതത്തിന് പരിഹാരം ഉണ്ടാവണം. ഇല്ലെങ്കിൽ പരിഹാരം കിഡ്നി ഫൗണ്ടേഷനിൽ അന്വേഷിക്കും. ആ അന്വേഷണമാണ് ഇങ്ങനെയുള്ള ഒരുപാട് കിഡ്നി ഫൗണ്ടേഷൻ, കിഡ്നി ഡയാലിസിസ് സെൻ്ററുകളും മറ്റ് ക്യാൻസർ സെൻറ്റർ ഇപ്പം എല്ലാവർക്കും വേണ്ടെന്നറിയാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ക്യാൻസർ സെൻറ്റർ വേണം. എന്തേ? വന്നാൽ വേണം, നടന്ന് പോകാമല്ലോ. അപ്പോൾ ഉറപ്പിച്ചിരിക്കണം എന്ത് വരും എന്നുള്ളത്. അല്ലെങ്കിൽ കിഡ്നിക്ക് വേണ്ടിയിട്ട് ആലപ്പുഴ ജില്ലയ്ക്ക് എല്ലാ ജില്ലയിലും ഒരു 10-15 സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമാണ്. ഇതാണോ വളർച്ച? ഇതിന് മതത്തിനൊന്നും പറയാനില്ലേ? എന്തിനാണ് നോമ്പ് എന്ന് പറയുന്ന വ്രതങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്? ആഹാരവുമായി മനുഷ്യൻ്റെ ആ ബന്ധത്തെക്കുറിച്ച് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് ഇടേണ്ടതുണ്ട്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു കാരക്ക കൊണ്ടും വെള്ളം കൊണ്ടും ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറന്നിരുന്നത് എന്ന് പണ്ട് മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഈ വർഷത്തെ നോമ്പ് മുഴുവൻ ഞാൻ ഇടയ്ക്ക് എല്ലാ കൊല്ലവും നോക്കാറുണ്ട്. പക്ഷെ ഇക്കൊല്ലം വളരെ അധികം നോമ്പ് നോറ്റു. വളരെ സുഖമല്ല, കാരണം രാവിലെ തിന്നുള്ളൂ. അത് രാവിലെ 9:30 തിന്നണം എന്നുള്ളത് സുബൈ വാങ്ങിൻ്റെ മുമ്പ് തിന്നും. പിന്നെ വെള്ളം കുടിക്കണ്ട. വൈകുന്നേരം ഒരൊറ്റ കാരക്ക കൊണ്ടും ഒരു കവിള് സംസം വെള്ളം, അത് അജ്വാൻ എന്ന് പറഞ്ഞ കാരക്ക, അജ്വ എന്ന് പറയുന്ന കാരക്ക എനിക്കൊരു ഉസ്താദ് കൊണ്ടു തന്നുകൊണ്ട് നബിയുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ മരത്തിൽ നിന്നുള്ളതാണ് ആ അജ്വ എന്ന് പറയുന്ന കാരക്ക. ഒരൊറ്റ കാരക്കയുടെ പകുതി മതി. പിന്നീട് ഒരു ഭക്ഷണവും കഴിക്കില്ല. നോമ്പ് തുറക്കണമല്ലോ എന്നതുകൊണ്ട് മാത്രം അജ്വയും സംസം വെള്ളവും മാത്രം ഉപയോഗിച്ചു. ഇല്ലെങ്കിലോ മറ്റു ദിവസങ്ങളിൽ അതുപോലുമില്ല. അപ്പം ഞാൻ ആലോചിച്ചു നോക്കി, ഇത് വളരെ എളുപ്പമുള്ള, ഇത് പ്രാക്ടിക്കലാണ്. നമ്മളെന്താ പറയുക, നബിക്കൊക്കെ പറ്റൂ, അത് നമ്മളൊക്കെ ഇപ്പം അത് പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മളൊക്കെ ഇപ്പം അങ്ങനെ ആരായി? ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ നോമ്പ് കാലത്തായിരുന്നു എനിക്ക് കൂടുതൽ ഭക്ഷണം. കാരണം എന്താ? ഈ അജുവും പിന്നെ സംസം വെള്ളവും എനിക്ക് കൂടുതലാണ്. അതായത് ഒരു കാരക്ക വെള്ളവും സംസം വെള്ളവും പോലും അധികമാകുന്നൊരു ഡയറ്റിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. റസൂലുള്ളാഹിയുടെ സുന്നത്ത് പറഞ്ഞാൽ എന്താണാവോ അല്ലേ? മൂപ്പര് പറഞ്ഞാൽ നേരെ എതിര് പോകുക എന്നുള്ള, കാട പൊരിച്ചതും കാരക്ക മുക്കിപ്പൊരിച്ചതും കാരക്ക കിടത്തിപ്പൊരിച്ചതും മരത്തിപ്പൊരിച്ചതും പഴം മുങ്ങിപ്പൊരിഞ്ഞതും മുങ്ങാതെ പൊരിച്ചതൊക്കെയാ. അല്ലാഹു ആയല്ലോ, ഞാനൊന്നും പറയണില്ല, നിങ്ങൾ പിന്നെ അതിനുള്ള മസലയൊക്കെ ഉണ്ടായിക്കോളി. എവിടെയോ മതം അപ്രസക്തമാണെന്നുള്ള ശക്തമായ വാദം എനിക്കുണ്ട്. ആ മതം അപ്രസക്തമാക്കാൻ നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. സിറാത്തുൽ മുസ്തഖീം, നിന്നാൽ ശപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, നിന്നാൽ പുകഴ്ത്തപ്പെട്ടവരുടെയും നിന്റെ സത്യമാർഗത്തിൽപ്പെട്ടവരുടെയും ഒക്കെ മാർഗത്തിലാണ്. നമുക്കൊക്കെ എന്ത് വല്ല ഉറപ്പും കിട്ടിയിരിക്കണോ ഈ കാര്യത്തിൽ? NOC വല്ലവർക്കും പൂർണ്ണമായും കിട്ടിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഇതിൽ അയക്കണമെന്നുള്ളത്? അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ പിന്നെ ചൊല്ലാൻ പാടില്ല. ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ നിമിഷപ്പണ് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പള്ളി എനിക്കത് മുഴുവനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അടുത്ത നിസ്കാരത്തിൽ എന്നോട് പറയാൻ പാടുണ്ടോ ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥന ചൊല്ലാൻ 17 പ്രാവശ്യം വീണ്ടും ഞാൻ ചൊല്ലണം? അതിൻ്റെ അർത്ഥം എന്താ? തൗഫീക്കും ഹിദായത്തും പൂർണ്ണമാക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വൺ ടൈം ഒരൊറ്റ അടവിൽ കിട്ടുന്ന സാധനമൊന്നും അല്ലത്. ഇതിങ്ങനെ ദിവസം അടവാ. അതിൻ്റെ ഒരു പരിപൂർണത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം. ഏത് തരം വിശ്വാസമുണ്ടായാലും വേണ്ടിയില്ല, ദൈവമേ നിൻ്റെ മുമ്പിൽ പ്രീതി കണ്ടെത്തിയവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കണമേ. എൻ്റെ ഒരു പ്രവൃത്തിയും നിൻ്റെ പ്രീതിയിൽ നിന്ന് എന്നെ തള്ളിക്കളയുന്ന രീതിയിൽ ആവരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചാൽ ഓരോ ചുവടുവെപ്പിലും
ചില സമയത്തൊക്കെ എൻ്റെ മോനുമായിട്ട് മോൻ എന്ന് പറഞ്ഞാൽ മുരീദുമായിട്ട് ഇങ്ങനെ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കും, നല്ല ഡ്രൈവറാണ്. ചിലപ്പോൾ ഈ പറയും നിർത്തുക അറിയും. അപ്പോൾ അങ്ങനെ നല്ല റോഡൊക്കെ കാണുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ വല്ല കല്ലൊക്കെ എടുത്തിടാൻ ഞാൻ പിന്നിക്കൊക്കെ നടക്കും. ഓൻ നിങ്ങൾക്ക് വേറെ പണിയുണ്ടോ? ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ ഇത് ആരെടുത്തിടും? ഞാൻ അങ്ങനെ വലിയ കാര്യത്തിൽ ഖുർആൻ ഓതി എന്താ പറയുക പ്രസംഗിച്ചതുകൊണ്ട് മാത്രമായോ? ഞാൻ നബിയുടെ അനുയായി ആകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മുള്ളു കണ്ടാൽ എടുത്തിടണം. കാറിൽ പോണവർക്ക് ഇത് ബാധകമല്ല എന്ന് മസല കൊണ്ടുവരരുത്. കാറിൽ പോയാലും കല്ല് കണ്ടാൽ ഓൻ ഓടിക്കുകയാണ്, ഓനിത് കാണുന്നില്ല. കാണുന്നത് ആരാ? ഈ റോട്ടിൽ കൂടെ നോക്കണം ഞാനാണ്. അത് കണ്ടിട്ട് അതിൽ എടുത്തിടാണ്ട് മുന്നോട്ട് പോയാൽ എൻ്റെ ഇഖ്ലാസ് പൂർണ്ണമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ മതം പ്രസക്തമാക്കുന്നവരുടെ എണ്ണം കൂടും. മതം പ്രസക്തമാകുമ്പോൾ അദ്ദീനു നസീഹ എന്നുള്ളത് പുലരും. അങ്ങനെ ധർമ്മത്തെ ആചരിക്കുന്നവരെ രക്ഷിക്കും. അങ്ങനെ ധർമ്മത്തെ ആചരിക്കുന്നവരെ രക്ഷിക്കുന്നവരെ പ്രവാചകനും അതിൻ്റെ ഗുരുക്കന്മാരും സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ അവരുടെ ഇച്ഛയ്ക്ക് അവരുടെ നന്മയ്ക്ക് പാത്രമായവരെ ദൈവം തള്ളിക്കളയൂല. ഇതിങ്ങനെ തുടങ്ങണം. അല്ലാതെ എല്ലാവരും പറയും നിങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തണം, ഇത് എങ്ങനെയെന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ചെയ്യേണ്ടുന്ന കടമകൾ അത് എത്ര ചെറുതാണെങ്കിലും അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ. ഇവിടെ സാറാണ് പറഞ്ഞത് തോന്നുന്നു, രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ രാത്രി പോയിട്ട് മത്സരിക്കുകയായിരുന്നു ഒരു വൃദ്ധയെ കുളിപ്പിച്ച്, അല്ലേ? ഇങ്ങനെ മത്സരിക്കുന്നുണ്ടോ നന്മ ചെയ്യാൻ വേണ്ടി? നമ്മൾ ആരാണ് എന്നേക്കാൾ മുമ്പേ ചെന്നുകൊണ്ട് ഈ വൃദ്ധയുടെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്ത ആ വൃദ്ധയെ പോറ്റുന്നത് എന്നറിയാൻ വേണ്ടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറേ ദിവസം കാത്തിരിക്കേണ്ടി വന്നു. അബൂബക്കറാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ. എന്തേ സഹാബിമാർക്കത് കഴിഞ്ഞത്? കാരണം സഹാബത്ത് പഠിച്ചത് നേരിട്ട് നബിയുടെ ചര്യകളായിരുന്നു. ഞാനും എൻ്റെ സഹാബത്തുമാണ് നിങ്ങൾക്ക് മാതൃക എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി ഇവിടുന്ന് പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് നമ്മളിത് കൊണ്ടെത്തിക്കുന്നത്? പച്ചയായ മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ആ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ മതങ്ങൾ പ്രസക്തമല്ല. ഇവിടെ ആരോ പറഞ്ഞു കിഡ്നിയുടെ കാര്യം വരുമ്പോൾ മതം ഒരു പ്രശ്നമല്ല. ഒരു ബ്ലഡിൻ്റെ ആവശ്യം വരുമ്പോൾ ഓ പോസിറ്റീവ് മുസ്ലിം രക്തം വേണമെന്ന് ആരും പറയാറില്ല. ഓ പോസിറ്റീവ് രക്തം എന്നേ പറയാറുള്ളൂ. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആയി കിട്ടിയാൽ ഒന്നുകൂടി നല്ലതേക്കാരം, അത് കുറച്ചുകൂടി ഇഖ്ലാസ് കൂടുന്ന ഒരു പരിപാടി. ഓ പോസിറ്റീവ് മുസ്ലിം രക്തമാണെങ്കിൽ അല്ല, അങ്ങനെ ചിന്തിപ്പിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീരുമാനിക്കുക. നമ്മൾ മറുഭാഗത്ത് പെട്ടുപോയി. ഒരു കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പേപ്പറിൽ ഞാൻ അതിൻ്റെ കട്ടിങ് ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓ പോസിറ്റീവ് കിഡ്നി ആവശ്യമുണ്ട്, മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട്. ഞാൻ എഴുതിയ എഡിറ്റർക്ക് ഇനി മേലാൽ നിങ്ങളുടെ പത്രത്തിൽ ജാതി തിരിച്ചുള്ള അവയവങ്ങൾക്കുള്ള പരസ്യം കൊടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതായാലും അൽഹംദുലില്ലാ അതിനുശേഷം ആ പരസ്യം അങ്ങനെ പിന്നീട് വന്നിട്ടില്ല. വരുമ്പോൾ പറഞ്ഞോട്ടെ, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ പത്രത്തിൽ കൊടുക്കുക ഓ പോസിറ്റീവ് മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട്. അങ്ങനെ ഒരു കിഡ്നി ഉണ്ടോ? അറിഞ്ഞൂടാ. ഇവിടെ നമ്പൂതിരീൻ്റെ ഹൃദയം ഇല്ലേ വെച്ചു പിടിപ്പിച്ചത് നേരെ തിരിച്ചും പശുവിനെ തിന്നുന്ന അല്ലെങ്കിൽ ബീഫ് മാത്രം കഴിച്ചിരുന്ന ഒരാളുടെ ഹൃദയമാണ് നമ്പൂതിരിയുടെ ഹൃദയമായി മാറിയത്, അല്ലേ? അവിടെയൊന്നും വിശ്വാസങ്ങളും ഒന്നും പ്രശ്നമായില്ല. ഇവിടേക്കാണ് നമ്മളിന്ന് തീരുമാനിക്കേണ്ടത്. അധികം സമയം ഞാൻ എടുക്കുന്നില്ല, ഏകദേശം 1 മണിക്കൂറെങ്കിലും, അല്ലേ? മുഖ്യ പ്രഭാഷണം എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് കുറച്ച് അധിക പ്രസംഗത്തിലേക്ക് പോയി എന്ന് മാത്രം. പറയുന്നത് വളരെ വിഷമത്തോടു കൂടി. അതുകൊണ്ടാണ് ഞാൻ വലിയ പ്രാസംഗികനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ മീഡിയകളിലൊന്നും നമ്മൾ പ്രസിദ്ധപ്പെടുത്താനും പോകാറില്ല. പക്ഷെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, മതത്തെ സ്നേഹിച്ചുകൊണ്ട്, പ്രവാചകരെ സ്നേഹിച്ചുകൊണ്ട് ചില ചിന്തകൾ പറയുകയാണ്. നമ്മളല്ലാണ്ട് ഇത് ദീൻ പൂർണ്ണമാക്കാൻ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. മലക്കുകൾ ഇറങ്ങൂല. പക്ഷിമൃഗാദികളോട് ദീൻ പൂർണ്ണമാക്കാൻ ദൈവം കൽപ്പിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം മനുഷ്യനാണ് ഇതിനെ ഏൽപ്പിക്കപ്പെടുന്നത്. ഈ മനുഷ്യത്വത്തിൻ്റെ ആ മനുഷ്യൻ്റെ ചെളിത്തരം, ചെളിയിൽ നിന്നുണ്ടായവൻ ആ ചെളീൻ്റെ സ്വഭാവം ഉണ്ടാവും, ആ അശുദ്ധി ഉണ്ടാവും.
അത് ദിവസവും നമ്മുടെ ആരാധന എന്ന് പറയുന്ന ആരാധന നമുക്കൊരു യുദ്ധമാണ്, ഒരു ശുദ്ധീകരണം നമുക്ക് യുദ്ധമാണ്. ആരാധന എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളുടെ വാഴ്ത്തുമ്പോൾ അതിൻ്റെ അനുഗ്രഹവും നന്മയും ശുദ്ധിയും നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ദൈവമേ നീ വലിയവനാകുന്നു എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം കൂടുക. അല്ല ദൈവമേ നീ വളരെ ചെറിയവനാണെന്ന് പറഞ്ഞാൽ എന്തൊരു ആത്മവിശ്വാസം അതിലുള്ളത്. ഇപ്പം എനിക്ക് എന്നേക്കാൾ പദവിയിലിരിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കലും അല്ല, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പം നിങ്ങൾ എസ് ഐനെ കാണാൻ പോയി, എസ് ഐൻ്റെ കസേരയിൽ കയറി കയ്യും കാലും കയറ്റിച്ചോടെ ഇരിക്കുമോ? എസ് ഐൻ്റെ കസേരയിൽ കയറിയിട്ട് എന്താ ഇരുന്നാവല്ല നിയമപരമായിട്ട് തെറ്റുണ്ടോ അതിൽ? അഡ്വക്കേറ്റൊക്കെ അവിടെ ഒന്ന് പറയണം. ഇല്ല, ഒരു തെറ്റും പറയാനില്ല. ധാർമ്മികമായ തെറ്റുണ്ടോ അതിൽ? ഒരു കസാര അതിൽ കയറി ഇരുന്നാൽ എന്താ കുഴപ്പം? പക്ഷേ അയാളെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നു, സല്യൂട്ട് അടിക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു, സലാം പറയുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സലാം പറയുന്നവൻ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം? ഏറ്റവും ബൃഹത്തായിട്ടുള്ളവൻ, പരബ്രഹ്മമായിരിക്കണം. അക്ബർ എന്ന വാക്കിന് ബ്രഹ്മ എന്ന ബൃഹദിതി ബ്രഹ്മ. എത്രത്തോളം നിങ്ങൾക്ക് വലുത് ചിന്തിക്കാൻ പറ്റുമോ അതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ളത് ബൃഹത്താണെന്ത് ബ്രഹ്മം. അതാണ് അല്ലാഹു അക്ബർ. അതുകൊണ്ട് സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം പരബ്രഹ്മം എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് തുല്യമായി. ഇതൊന്നും അറിയാതെ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോഴല്ലേ ഇപ്പോൾ ഇത് കേട്ടത്. ഞാനിവിടെ വന്നുകൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങളിത് അറിഞ്ഞത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കും, നമ്മൾ തമ്മിൽ ഒരു ഐക്യത ഉണ്ടാവും. ഇത് വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങൾ, പലരുടെയും കച്ചവടം പൂട്ടും, പലർക്കും ഇതുകൊണ്ട് ഗുണമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദികൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്കും പ്രഷർ ഉണ്ടാവും, ഇങ്ങനെയുള്ള വേദിയിൽ പോകാതിരിക്കാൻ ഞങ്ങൾക്കും പ്രഷറുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ഒന്നിക്കേണ്ടതുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിലെങ്കിലും നമ്മളൊന്ന് ഒന്നിക്കണം. അതുകൊണ്ട് ഈ ട്രസ്റ്റിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉസ്താദിൻ്റെ ഒരു നിയമം അല്ലെങ്കിൽ അതിൻ്റെ കൽപ്പന, അദ്ദേഹത്തിൻ്റെ ഒരു വസിയത്ത് അങ്ങനെയാണ്. എല്ലാവർക്കും പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് മതം വെച്ചിട്ടല്ല നമ്മൾ സംവദിക്കേണ്ടത്. മതം ശുദ്ധീകരണത്തിനുള്ള ഉപാധിയാണ്. ആ ശുദ്ധീകരണത്തിലൂടെ വേണം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. അത് സഹജീവികളുടെ കാരുണ്യമാകണം. എന്നാലേ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. സ്വീകരിക്കപ്പെടുന്ന അമലുകൾ നമ്മളിൽ നിന്ന് വരണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോശത്തരത്തിന് വേണ്ടി നമുക്ക് കള്ളുപിടിക്കാൻ ഒരാൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാം അല്ലേ, പക്ഷെ അത് സ്വീകരിക്കപ്പെടുന്ന അമലാണെന്ന് എനിക്ക് തോന്നുന്നത്. അമലാന്നൊക്കെ പറയാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് തലത്തിൽ വരെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ചില രാജ്യങ്ങളിലൊക്കെ വ്യഭിചാരത്തിന് പോലും ലൈസൻസ് ഒക്കെ ഉള്ളുണ്ട്. അതിൻ്റെ അർത്ഥമൊക്കെ നല്ല പ്രവൃത്തി ആയതുകൊണ്ട് ഗുണകരമായ പ്രവൃത്തിയേക്കാരം. പക്ഷേ സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായിട്ടുള്ള അമലുകളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആവരുത്, അതൊന്നും അല്ലല്ലോ. അപ്പോൾ അത്തരം പ്രവർത്തികളിൽ നമുക്ക് ഏർപ്പെടാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. ആലപ്പുഴയുടെ ഈ വണ്ടാനത്തിൻ്റെ അടുത്ത ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് ഈ പറയുന്ന മഹറത്തിൽ അല്ലേ, ഒരു ഹലറത്താണ് ഷാദുലിയ എന്നൊക്കെ പറയുമെങ്കിൽ ഇത് ഏത് ഹലറത്താണെങ്കിലും ഹലറത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കറിയാലോ. ആ ഹലറത്തിൽ വരാനും പരമ്പരയുടെ കാരുണ്യത്തോടു കൂടി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ആശംസകൾ അറിയിക്കാനും പ്രഭാഷണം നടത്താനും ഒക്കെ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ദൈവം നമ്മുടെ ഈ ഒരു പ്രവർത്തികൾ നല്ല പ്രവർത്തികളായി സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഈ ഒരു പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടട്ടെ. ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ മക്കളും കഅബ പുതുക്കി പണിതതിന് ശേഷം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു പ്രവൃത്തി, ഈ കല്ലൊക്കെ ഒന്ന് നേരെയാക്കി കഅബ ദേവാലയം ഒന്ന് പൂർണ്ണമാക്കിയപ്പോൾ ദൈവമേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ ഒരു നല്ല അമലായിട്ട്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കൊച്ചു കല്ലുകൾ പെറുക്കിക്കൊണ്ട് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ദൈവം നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ അർത്ഥത്തിലും ദൈവം നമുക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ തരട്ടെ. മതത്തെ നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, മതത്തെ അപ്രസക്തമാക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഞാനും നിങ്ങളും നാളെ മാർക്ക് ചെയ്യപ്പെടേണ്ടത്. മതത്തെ പ്രസക്തമാക്കുന്നവരുടെ കൂട്ടത്തിൽ. മതം തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങളുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി തങ്ങളുടെ പൊന്തലിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെയും നാം വിശ്വസിക്കുന്ന പ്രവാചകരുടെയും ഒക്കെ ജീവിതം ദർജ ഉയർത്തുന്നവരായി നമ്മൾ മാറട്ടെ. അതിന് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ അവസാനം ആ ജന്നത്തുൽ ഫിറൗസിൽ കൂട്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ആയിത്തീരട്ടെ.
അതാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ മാർഗത്തിൽ പ്രീതി കണ്ടെത്തിയവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തുമാറാട്ടെ ദൈവം. ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.